കയ്യും വെട്ടും കാലും വെട്ടും, പറ്റിയ തലയും വെട്ടും. മണിയുടെ പുതിയ ഡയലോഗാണ്. രാജേന്ദ്രനെതിരെയാണ് ഇത്തവണ. BJPയിൽ ചേർന്ന രാജേന്ദ്രൻ പെൻഷൻ വാങ്ങിച്ച് നിന്നോണ്ടിരിക്കേണ്ട എന്നാണ് മണി പറയുന്നത്. ഞങ്ങളെ പരീക്ഷയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ വച്ചേക്കില്ല. മണിയുടെ പല ഇത്തരത്തിലുള്ള ഈ കൊലവിളി പ്രസംഗവും പാർട്ടിക്ക് തന്നെ പലപ്പോഴും പ്രശ്നമായി മാറിയിട്ടുണ്ട്. പാർട്ടി ചിലപ്പോൾ അത് പറഞ്ഞ് തിരുത്തി. ഇപ്പോൾ ഇലക്ഷന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മണി പറഞ്ഞത് സർക്കാരിന്റെ പെൻഷൻ വാങ്ങിച്ച് നിന്നുകൊണ്ട് സർക്കാർ വോട്ട് ചെയ്തില്ല, പിണറായിയുടെ വീട്ടിൽ നിന്ന് എന്തോ സാധനം ആളുകൾക്ക് കൊടുത്തതുപോലെയാണ് മണി പറഞ്ഞത്. മണി എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് CPM-നെതിരെ നിൽക്കുന്നവരെയൊക്കെ തീർത്ത് കളയും എന്നാണോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്ക് ഓരോ ഭാഷയുണ്ട്. ഇപ്പൊ അദ്ദേഹം സാധാരണക്കാരന്റെ ഭാഷ. ഞാനൊരു കാര്യം, മണി പറയുമ്പോ ഈ സാധാരണക്കാരന്റെ ഭാഷ, ഈ നാട്ടിൻപുറം ഭാഷ, ഇത് വേറെ BJPയിലെ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കളാണ് പറഞ്ഞതെങ്കിൽ കേരളം കത്തിച്ചനെയല്ല. മണി പറയുമ്പോൾ മാത്രം എപ്പോഴും ഇത് നാടൻ ഭാഷയാണ്, മണിയുടെ ഭാഷ എങ്ങനെയാണ്, മണിക്ക് എന്ത് പറയാന്നോ? മണിക്ക് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. മണി മുഴക്കം എന്നാണ് അതിന്റെ ഹെഡിങ്. മണി പറയുന്നതിനകത്ത് മണിയെ അനുകൂലിക്കുന്നതിന് നിങ്ങൾക്ക് ഇപ്പൊ ചർച്ച നോക്കത്തില്ലല്ലോ. മണി പറയുന്നതിനകത്ത് മൊത്തവും, അല്ലെങ്കിൽ മണി ഞാനീ പറഞ്ഞതുപോലെ ഒരു സാധാരണ മനുഷ്യൻ പറയുന്നതോ, അല്ലെങ്കിൽ മണിയുടെ അഭിപ്രായം അയാൾ രേഖപ്പെടുത്തുന്നതിനകത്ത് കുഴപ്പമുണ്ടെന്ന് കാണുന്നത് കൊണ്ടാണല്ലോ മണി നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെ കണ്ടൊരു പ്രസംഗിച്ചകത്ത് കിടന്നില്ലേ. അങ്ങനെയാണല്ലോ ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ജയിലിൽ ചെന്ന് കണ്ടിട്ട് പറഞ്ഞത് ഇപ്പൊ പിടിച്ചവനെ കൊണ്ട് ഞാൻ സല്യൂട്ട് അടിപ്പിക്കുന്നു. അതാണ് ചെയ്തു. അത് ആ കാര്യത്തിലും പിണറായി വിജയനെ ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ്. പറഞ്ഞാലത് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ തോട്ടം തൊഴിലാളിയുടെ ഭാഷയാണ് മണിയുടെ ഭാഷ. അപ്പം അതിനകത്ത് ശരിയോ തെറ്റോ, എനിക്കതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യത്തിനകത്തെല്ലാം ശരിയുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ കൂടെയാണ് അവിടുത്തെ തോട്ടം തൊഴിലാളി ഇടുക്കിയിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്കറിയാം BSN സാറിന് എന്നെക്കാട്ടി കൂടുതൽ അവിടുത്തെ പൊളിറ്റിക്സ് അറിയാമായിരുന്നു. ഒരു കാലത്ത് CPIയുടെ ഭാഗമായിട്ട് നിന്ന ഇടുക്കി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. നമ്മളെല്ലാം പറയും CPI ആണ് CJ കുര്യൻ, അങ്ങനെ കണ്ടൊരു കുര്യൻ നേതാവുണ്ടായിരുന്നു. അയാളുടെ അപ്രമേയത്തെ CPM-ന് തൊടാൻ പറ്റുന്നൊരവസ്ഥയിൽ. പക്ഷേ മണി അവിടെ വന്നു. മണി അവിടെ ഒരുപക്ഷെ പാർട്ടി നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം അവിടെ CPI ഇല്ല. CA കുര്യൻ പറയുന്ന ആൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പോലും ഒരുപക്ഷെ പിന്നെ ചിന്തിക്കേണ്ടി വന്നു. കാരണം പുള്ളി ഈ പറയുന്ന തൊഴിലാളികളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ സമ്പത്തിനെ പറ്റിയൊക്കെ പിന്നെ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അപ്പം മണി ഇപ്പോഴും മന്ത്രിയായി, 2 വട്ടം MLA ആയി. മണിയെ പരിശോധിക്കുമ്പോൾ നമുക്കും പരിശോധിക്കാം, അവിടുത്തെ പരിശോധിക്കാം. മണി ഈ പറയുന്ന സാധാരണക്കാരനിടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന ഒരു സഹാവെന്നുള്ളതേ ഉള്ളൂ. വീട്ടിലൊന്നുമില്ല, കുഞ്ഞുങ്ങൾക്കൊന്നുമില്ല, അവരും ഈ പഞ്ചായത്തും മറ്റേതും മറിച്ചതൊക്കെ നടക്കുന്ന ഒരു പച്ചയായ കമ്മ്യൂണിസ്റ്റ്. ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ പറയാം ഏടാ അനിയുണ്ടെന്ന്, എൻ്റെ അനിയന് വേറെ ബിസിനസ് ഉണ്ട്, കോടികളുണ്ട്, അല്ലെങ്കിൽ സാറിൻ്റെ അനിയന് വേറെ ബിസിനസ് ഉണ്ട്, കോടികളുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ ഇങ്ങനെ തൊല്ലം ചെയ്യാനൊന്നും പറ്റത്തില്ല. അതെല്ലാം മണിയുടെ കെയർ ഓഫ് ആണെന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഇന്നലെ ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ BJP, അതായത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം, ഏത് പാർട്ടിക്കകത്തു നിന്ന് ഐഡിയോളജിക്കകത്തോ പാർട്ടിയുടെ വിലക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് പോകാം. പക്ഷേ രാജേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് BJPക്ക് വേണ്ടി സംസാരിച്ച മണിയെന്ന് പറയുന്ന പച്ചയായ മനുഷ്യന് സഹിച്ചില്ല. കാരണം ഒരു വട്ടം ഞാൻ ഈ പറയുന്നത് കേട്ടതാ, ഇവനെയൊക്കെ ജയിപ്പിക്കാൻ ഈ പാർട്ടി ഏറ്റെടുക്കും, ഇങ്ങനെ തന്നെ പറയും, ഇവനെയൊക്കെ ജയിപ്പിക്കാൻ ഈ പാർട്ടി ഏറ്റെടുക്കുന്ന സംഭവം ആണ്. ഒരു മുണ്ടും ഉടുപ്പും ഉടുത്തോണ്ടിങ്ങ് വരും, പിന്നെ ഇവനെ കൊണ്ടു നടക്കണം ഈ മണ്ഡലം മൊത്തവും, ഇവൻ്റെ പ്രചരണത്തിന് കാശുണ്ടാക്കണം. ഇതെല്ലാം പാർട്ടി ഏറ്റെടുത്ത് MLA ആക്കിയിട്ട് എന്നിട്ട് പിന്നെ വന്നിട്ട് അവസാനം ഇത് കഴിഞ്ഞിട്ട് പാർട്ടിയെ കുറ്റം പറയുമോ? അപ്പോൾ ഏതാണ്ട് പറഞ്ഞു ഇവനെ അടിക്കണം, മണിയുടെ പറഞ്ഞിട്ടില്ലേ ഇവനെ അടിക്കണം. കാരണം 10-25 കൊല്ലം ഈ പാർട്ടി ഈ MLA ആക്കി, പാർട്ടി മൊത്തം പാർട്ടിയുടെ, കാരണം CPIയുടെ മൊത്തം ചെലവ് മൊത്തം അവരാണ്. അപ്പം ആ ഒരു ഭാഷയിൽ സംസാരിക്കുക, ആ ഒരു ഭാഷയിൽ സംസാരിക്കുമ്പോൾ ധന്യ വയ്ക്കുന്നത് ധന്യ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അയാൾ പറയുന്ന ഭാഷയ്ക്ക് അതേ അർത്ഥത്തിൽ എത്ര പറയുമ്പോഴും ഇവിടുത്തെ മാധ്യമങ്ങൾ വിമർശിക്കുന്നുണ്ടല്ലോ, പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കെയർ ഓഫിൽ അകത്ത് കിടന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇതൊക്കെ പാർട്ടിയുടെ സ്വരമാണെന്ന് പറഞ്ഞാൽ ആര് നിയന്ത്രിച്ചാലും മണിയുടെ ഭാഷ ഏതാ, മണി അത് പറയും, മണിയുടെ വികാരം പ്രകടിപ്പിക്കും. അതിനകത്ത് ഒരു എന്നിട്ടും എനിക്കൊന്നും ഈ CPM നിയന്ത്രിക്കുന്നുണ്ടെന്നുകൊണ്ട് ഒരു പരിധിവരെ അയാളെ നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. അയാൾ ചിലപ്പോൾ പറഞ്ഞു പോകും. അപ്പം അങ്ങനെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് അതിനകത്ത് അഭിപ്രായമുള്ളൂ, അല്ലാതെ വേറെ അഭിപ്രായം. ഇതിൻ്റെ പ്രശ്നമായി മണി അങ്ങനെ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. നമ്മളുടെ ജീവിതവും നമ്മുടെ രാഷ്ട്രീയമൊക്കെ ഒരുപാട് മാറിപ്പോയി. മണി രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് തോട്ടം തൊഴിലാളികൾ അടിമകളായിരുന്നു. അതിന് വെള്ളം കുടിക്കാൻ പോലും ഉള്ള അനുവാദമില്ലാത്ത അത്രമാത്രം വലിയ ചൂഷണം അനുഭവിച്ചിരുന്ന തോട്ടം തൊഴിലാളി സ്ത്രീകൾക്ക് മാനം അഭിമാനത്തോടെ ജീവിക്കാനായിട്ടുള്ള അവസരമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ അതിന് ആരുടെ മുമ്പിലും ചെന്ന് കൈകൂപ്പിയെന്ന്
ഇവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. അത്രമാത്രം ജന്മി ബോധത്തോടുകൂടി ജന്മി ഗുണ്ടാ സംഘങ്ങളായിട്ട് അവർ തോട്ടം തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന കാലമാണ്. അതിനെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സായുധ പോരാട്ടത്തിന് സമാനമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ നടന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടത്തിലാണ് ഈ 1, 2, 3 ഓപ്പറേഷൻസ് ഒക്കെ നടന്നിട്ടുള്ളത്. അന്ന് തൊഴിലാളികൾ മൊത്തം അതിനെ കൂടെയൊക്കെയാണ് ചെയ്തത്. കാരണം എന്താണ്, അവരുടെ ഒരു വിമോചന പ്രക്രിയയായിരുന്നു. അത് കഴിഞ്ഞ് കാലം മാറിയപ്പോൾ മണി മാറേണ്ടതാണ്, പക്ഷെ മണി മാറിയില്ല. മണി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മണി പക്ഷേ പാർട്ടിയെ കൊണ്ട് കാശുണ്ടാക്കാൻ നടന്ന ഒരാളല്ല. അയാളുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളരെ ദരിദ്രമായിട്ടുള്ള രീതിയിൽ ജീവിക്കുക. അവരുടെ കുടുംബം അങ്ങനെയാണ്. മന്ത്രിയായ ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഈ പഴയ തോട്ടം തൊഴിലാളിയെ പോലെ തന്നെ, അല്ലെങ്കിൽ അവരുടെ നേതാവിനെ പോലെ തന്നെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആര് പറഞ്ഞാലും ആ നാവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, നിയന്ത്രിക്കാനാവാത്തത്. അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിതിനെ വായിക്കുമ്പോൾ, നമ്മളിതിനെ വിലയിരുത്തുമ്പോൾ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ആ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ചോദിച്ചാൽ അല്ല. അതിലൊരു തർക്കത്തിനും പ്രസക്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ അയാളെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. കാരണം ഇയാൾ ഇങ്ങനെ അല്ലായിരുന്നു വിചാരിക്കുക. ഇയാൾ ഒരുപാട് പണമൊക്കെ അമാസ് ചെയ്ത് മറ്റ് പല CPM നേതാക്കളെ പോലെയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ നേതാക്കളെ പോലെയൊക്കെ ആർഭാടപൂർവ്വം ജീവൻ നയിക്കുകയായിരുന്നെങ്കിൽ ഇയാളിത് പറയില്ലായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അയാൾ അപ്പോൾ വളരെ നല്ല രീതിയിലും നല്ല ഭാഷയിലൊക്കെ സംസാരിച്ച് മൊത്തം സമൂഹത്തെ പറ്റിക്കുന്ന ഒരാളായിട്ട് മാറും. ഇയാൾക്കിത് പറയാൻ പറ്റാത്തതുകൊണ്ട് അയാൾ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ അയാൾ പറയുന്നത് ശരിയല്ല. ആ വിലയിരുത്തൽ നമുക്ക് പാടുള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാം, പണ്ട് നമ്മളുടെ ഇവിടെ ഈ കാലുമാറാൻ ആളുകൾക്ക് ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കാലുമാറ്റം എന്ന് പറയുന്നത് സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിസ്മയമായി മാറിയിരിക്കും. അന്ന് പക്ഷെ അങ്ങനെയല്ല. കാലുമാറിയതിന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അതെ അതെ. പല ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. ടാറക്കുരുക്കി ഇവൻ്റെ മേത്തൊഴിച്ച കഥകളൊക്കെ ഉണ്ട്. ഒറ്റൊരുത്തിനും ധൈര്യപ്പെടില്ലായിരുന്നു. കാരണം രാഷ്ട്രീയം അങ്ങനെ ആദർശാത്മകമായിട്ട് കൊണ്ടുവന്നിരുന്നൊരു കാലമായിരുന്നു. അത് മാറി. ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കച്ചവടമാണ്. എവിടെയാണ് ലാഭം കിട്ടുന്നത് അവിടേക്ക് ചാടുന്നു. അങ്ങനെ ചാടിയ ഒരാളാണ് രാജേന്ദ്രൻ. രാജേന്ദ്രൻ അതിന് പരിതാപം പറയുന്നത് ഇങ്ങനെയാണ്: 5 കൊല്ലം എന്നെ പരിഗണിക്കാതെ മൂലക്കിരുത്തി, പാർട്ടിയോട് എന്നെ തിരിച്ചെടുക്കാനും പാർട്ടിയുടെ പ്രവർത്തനത്തിലും ഒക്കെ എന്നെ പങ്കാളിയാക്കാൻ ആവശ്യപ്പെട്ടു, എന്നെ അവഗണിച്ചു. 5 വർഷക്കാലത്തിൻ്റെ അവഗണനയുടെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ BJP ചേർന്നതെന്ന് അയാൾ പറയുന്നത്. അയാളുടെ സ്ഥലത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കാം. ഇവർ പറയുന്നത് അങ്ങനെയല്ല. വെറുതെ അവിടെ ഇവിടെ കിടന്ന ഒരുത്തിനെ കുളിപ്പിച്ച് മുടിവെട്ട് കടയിൽ കൊണ്ടുപോയി മുടിവെട്ടി അവന് ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്ത് അവനെ മനുഷ്യനാക്കി MLA ആക്കി കൊണ്ടു നടക്കുകയാണ് കുറേ വർഷങ്ങളായി. അത് മുഴുവൻ ചെയ്ത പാർട്ടിയാണ് എന്നാണ് അവർ പറയാം. ഇത് രണ്ടുപേരുടെയും അവരെക്കുറിച്ചുള്ള ന്യായീകരണങ്ങൾ മാത്രമാണ്. പക്ഷേ ഈ കാലുമാറ്റം എന്ന് പറയുന്നതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു കാലത്ത് ഇന്ത്യയിൽ ആയാറാം ഗയാറാം എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. രാവിലെ അവൻ കോൺഗ്രസ്, വൈകുന്നേരം ആവുന്ന സമയത്ത് വേറൊരു പാർട്ടി, പിറ്റേ ദിവസം നോക്കുമ്പോൾ വീണ്ടും കോൺഗ്രസ്. ഇങ്ങനെയൊക്കെ ഏത് പാർട്ടിയിലും തരാതരം സമയമനുസരിച്ച് മാറുന്ന രീതിക്കാണ് അങ്ങനത്തെ ഒരു പേര് വന്നത്. അത് കേരളം അക്കാലത്ത് എതിർത്തിട്ടുള്ളതാണ്. ഇപ്പം പക്ഷേ അത്തരത്തിലുള്ള എതിർപ്പുകൾ കേരളത്തിൽ ഇല്ല. കാരണം പലരും പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, അഭിപ്രായം ഇരുമ്പുലക്കയല്ല. EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഈ അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന പ്രഖ്യാപനത്തെ കേരളത്തിൽ ലൈസൻസുള്ള വർത്തമാനമൊക്കെ മാറ്റിയെടുത്ത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അയാളുടെ രാഷ്ട്രീയ ചിന്തകൾ മാറുമ്പോൾ അയാൾക്ക് മാറാം, അയാൾക്ക് വേറെ അഭിപ്രായങ്ങളുണ്ടാകും, വേറെ പാർട്ടികളിലേക്കൊക്കെ പോകാം എന്ന ഒരു ചിന്ത വരികയും അങ്ങനെ ഇന്ന് ആളുകൾ എന്ത് ചെയ്യണം, നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു നൈതികമായ വിഷയം കിടക്കുന്നില്ല എന്ന് പഴയകാലത്തെ ആളുകൾ ചോദിക്കുന്നു. പഴയകാലത്തെ ആളുകൾ ഞാൻ പ്രത്യേകം പറയാം, നമ്മുടെ ജൻസിയല്ല, ജൻസികളിൽ നിന്ന് ജോലിക്ക് ചെല്ലുമ്പോൾ ഈ ടെക്കികൾ അവരെന്ത് ചെയ്യണം, ഇന്ന് ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ മറ്റൊരു കമ്പനിയുമായിട്ട് സംസാരിച്ച് പേപ്പർ വെക്കും. ഇവിടെ കൊടുക്കുന്ന ശമ്പളം ചിലപ്പോൾ 50,000 രൂപയായിരിക്കും, മറ്റോ പറഞ്ഞാൽ 60,000 കൊടുക്കാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അങ്ങോട്ട് പോവുകയാണെന്ന്. അങ്ങനെ മാറുന്നൊരു കൾച്ചർ നമുക്കിപ്പോൾ ഉണ്ട്. ആര് കൂടുതൽ പണം തരുന്നു അവൻ ആണ് തൻ്റെ പുതിയ യജമാനൻ, തൻ്റെ പുതിയ ഉടമ. ഈ ഒരു ചിന്ത വളർന്നു വരുന്നൊരു സമൂഹമാണ് നമ്മൾ.
ആ സമൂഹത്തിനകത്ത് എനിക്ക് കസേരയുണ്ടോ, ഞാൻ ഇരിക്കാം, എനിക്ക് കസേരയില്ല, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയി. അപ്പം മറ്റവനെന്ത് ചെയ്യുന്നതാണ്, നീ വാ, നിനക്ക് പൊക്കമുള്ള കസേര തരാം എന്ന് പറഞ്ഞിട്ട് ഇവനെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ പൊക്കമുള്ള കസേരയിലേക്കും അധികാരത്തിലേക്കും ആളുകൾ ഓടിക്കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലും രാഷ്ട്രീയ വ്യവസ്ഥയിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാല് മാറും. അങ്ങനെ കാല് മാറുമ്പോൾ നിന്റെ കൈ വെട്ടും കാല് വെട്ടും എന്ന് അലറിയിട്ട് കാര്യമില്ല. കാരണം പുതിയ കാലമാണ്, ഇങ്ങനെയുള്ള ആളുകളുടെ ലോകമാണ്. അവസരവാദികൾ, ഓപ്പർച്യൂണിസ്റ്റുകൾ, അവരാണിവർ. അത് കരുതിയാണ് സമൂഹം ഇവരെന്ത് ചെയ്യാൻ പാടുള്ളത്, കാണാൻ പാടുള്ളത്. പഴയ കാലത്ത് കൊടുത്തിരുന്ന ഒരു ബഹുമതി ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്ന്. പക്ഷെ വേറെ ശരിയായി. സാറ് പറഞ്ഞ കാര്യമൊക്കെ ശരിയാ. മണിയുടെ കാഴ്ചപ്പാടിൽ ഈ കാര്യം മാറിയവനെ കാലും കൈയും വെട്ടുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പഴയ സ്റ്റൈലിൽ നിന്ന് ഒരിക്കലും മാറിയിട്ടില്ല. മാറണമെന്ന് സാറ് പറയുമ്പോൾ മണി മാറിയിട്ടില്ല. അവസരം കിട്ടിയാൽ ഈ രാജേന്ദ്രൻ്റെ കാലും കൈയും വേണ്ടി വന്നാൽ തല്ലി ഓടിക്കുന്ന മാനസികാവസ്ഥയിലും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവൃത്തിയിലേക്ക് മണി പോകും. അതാണ് അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത്. കാരണം അയാൾക്കത് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്.